ഹലോ ഹലോ മറുപടി പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞില്ലല്ലോ. വി ശിവൻകുട്ടിയെ കുറിച്ച് പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ലല്ലോ. തന്റെ ഇടത്തോടെ പ്രതികരിച്ചൊരു വിദ്യാഭ്യാസ മന്ത്രി. എന്താ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത്? എന്താ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? നിനക്കുള്ള മറുപടി ഞാൻ ഇപ്പൊ തരാം. ആയിക്കോട്ടെ, സന്തോഷം. ഭരണഘടനാപരമല്ലാത്തൊരു കാര്യം അവിടെ കണ്ടാൽ ആ ഗവർണർ വീട്ടിൽ പോയി ചെയ്താമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നിരിക്കുന്നത്. നിലവാരമില്ലാത്തൊരു 6 ഏക്കർ. അവിടെയാണ് ഞാൻ പറയുന്നത്, ചൈനയാണോ ഞങ്ങളുടെ ചങ്കിൽ? നരേന്ദ്രമോദിയുടെ PM കെയർ ട്രസ്റ്റിൽ ചൈനയിൽ നിന്ന് എത്ര കോടി കിട്ടി? കാര്യം മനസ്സിലാക്കുക. എന്റെ വെല്ലുവിളിക്കുന്ന ചോദ്യം, ധൈര്യമുണ്ടോ വെളിപ്പെടുത്താൻ? ചൈനീസ് കമ്പനികളിൽ നിന്ന് PM കെയർ ട്രസ്റ്റ് കാശെണ്ണി വാങ്ങിയിട്ട് വിഴുങ്ങിയ ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിലെ ഗവൺമെന്റ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കർണാടകത്തിലെ BJPയുടെ ഗവൺമെന്റ്. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ ചൈനയുടെ കമ്പനിയിൽ നിന്നാണ് PPE കിറ്റ് വാങ്ങിച്ചത്. എത്ര എണ്ണത്തിനാ വില? 2000 രൂപയ്ക്ക്. എത്ര കൊല്ലം? 2 കോടി. 2 കൊല്ലത്തേക്ക് എത്ര കോടി രൂപയുടെ കച്ചവടം നടത്തി? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. C&A റിപ്പോർട്ടിൽ കമ്പനി A, കമ്പനി B, ഏത് കമ്പനി? ചൈനയുടെ കമ്പനി. ചൈനയിൽ നിന്ന് കിട്ടുന്നതെല്ലാം വെട്ടി വിഴുങ്ങുന്ന BJP എന്ന് പറയുന്ന പാർട്ടി. എന്താണ് മക്കളെ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? മനസ്സിലാക്കണം. അതുകൊണ്ട് ചങ്കിലൊക്കെ ചൈന എന്നൊക്കെ പറഞ്ഞാല് നിങ്ങളാണ് കള്ളന്മാർ, നിങ്ങളാണ് അഴിമതിക്കാർ. ആ അഴിമതിക്കാരുടെ കള്ളന്മാരുടെ നിലവാരമല്ല വി ശിവൻകുട്ടി എന്ന അഭിമാനിയായ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ഇങ്ങോട്ട് കൊണ്ടാക്കാനായിട്ട് കയറി വന്നിട്ട് കുറച്ച വർത്തമാനം പറയല് കേട്ടോ. അതാണ് ഞങ്ങളുടെ കരുത്ത്. തെരുവിൽ കാണാം. നിങ്ങളുടെ ഭാരതാംബയായിട്ട് കൊണ്ടുപോവാം. തെരുവിൽ കാണാം. ഇത് ഇന്ത്യയുടേതല്ല, ഇത് ഭാരതത്തിന്റേതല്ല. ധൈര്യമുള്ള ഒരു മന്ത്രി, ആദ്യത്തെ മന്ത്രി ധൈര്യപൂർവ്വം പരിപാടി തന്നെ രാജ്ഭവന് വെളിയിലേക്ക് മാറ്റി. രണ്ടാമത്തെ മന്ത്രി രാജ്ഭവനിൽ നേരിട്ട് ചെന്ന് ഗവർണറുടെ മുഖത്ത് നോക്കി മറുപടി കൊടുത്തു. ഇനി തെരുവിൽ കാണാം എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഗവർണറുടെ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാല് മലയാളം പോലും ശരിക്കും ഉച്ചരിച്ച് സംസാരിക്കാൻ പറയാൻ പറ്റാത്ത ആള് ഗവർണറോട് ഏത് ഭാഷയിൽ പോയി മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? എനിക്കറിയത്തില്ല. എങ്ങാണ്ട് കിടന്നപ്പോ അടുത്ത ജന്മം വാ തുറന്ന തെറിയുടെ പൂരാ. ഞാൻ സ്വബോധത്തോട് ചിന്തിക്കുമായിരുന്നു. ശ്രീ അനിൽകുമാർ പറഞ്ഞതിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞത് ഭൂരിഭാഗം എനിക്ക് ക്ലിയർ ആയിരുന്നില്ല. അദ്ദേഹം ആദ്യത്തെ ഒരു സെക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീ കൊടി പിടിച്ച് നിൽക്കുന്നു. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് അങ്ങനെ ത്രിവർണ്ണ പതാക പിടിച്ചു എന്നും പറഞ്ഞൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കുള്ള ആരോഗ്യം അനിൽകുമാറെ, ഇന്ത്യയിലെ നിങ്ങളുടെ ആദ്യത്തെ രക്തസാക്ഷി തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതോ ഒരു സർദാറാണ്. അദ്ദേഹത്തിനെ ഈ ത്രിവർണ്ണ പതാക വലിച്ചീറി കളഞ്ഞതിന് ഇന്ത്യ സൈന്യമോ പോലീസോ വെടിവെച്ച് കൊന്നതാണ് ആദ്യത്തെ നിങ്ങളുടെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. അതാണ് നിങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടി ചുരുങ്ങി ഇപ്പൊ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഈ പറയുന്ന ത്രിവർണ്ണ പതാകയോടും ഭാരതാംബ എന്ന് പറയുന്ന പ്രതീകത്തോടും ഒക്കെ ഉള്ള നിങ്ങളുടെ വിരോധം കൊണ്ട് തന്നെയാണ്. ഇനി ആ കസേര കയറിയിരുന്നല്ലേ ഞാൻ തൂറി എറിയുന്നില്ലേ.